Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? Yes, miss. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ. Dear God, thank you for waking me up to another beautiful day. I am grateful for your provision and protection. Please fill me with strength, peace, and wisdom as I face today's challenges. May I live in a way that honors you. Thank you, Miss. ഓക്കെ, സൈൻ ഇൻ ആരാണ്? Good afternoon. Good afternoon, everyone. Welcome to our Ashwati Ma'am's class. My name is Reshmi. Today we are discussed about balanced portion of needs. In earlier class, we are discussed about role of emotions. The best emotion in our life is laugh and humor. A day without laughter is day wasted. So let's try not to waste our day today. Let's start day with a good laugh. I would like to extend a warm welcome to our respected Ashwati ma'am and our beloved students who have joined us here. I encourage you actively participate, ask questions and share your ideas. This is a space for learning and growth. So again, please welcome Ashwati ma'am and all. Thank you. Okay. Then thought of the day. Good evening, miss. Good evening, everyone. If you want to shine like a sun, first burn like a sun. നാം സൂര്യനെ പോലെ തിളങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കഷ്ടപ്പെടാനും സഹിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. ഒരാളൊരു വലിയ വിജയം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനു മുൻപായിട്ട് കഠിനമായ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കണം. താങ്ക് യു മിസ്. താങ്ക് യു. ഓക്കെ. Then action songോ സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ഒരു കവിത ചൊല്ലിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ തന്നെ എഴുതിയതാണേ. ദീപ തന്നെ എഴുതിയതാണോ? അതെ അതെ, ഞാൻ തന്നെ. കവിതയുടെ പേര് മാതൃസന്നിധിയിൽ. മാതൃസന്നിധിയിൽ. ഓക്കെ. അതെ. സമയമില്ലമ്മേ എനിക്ക്, സമയമില്ലമ്മേ എനിക്കു നിൻ ചാരത്തണയുവാനിന്ന് സമയമില്ല. സമയമില്ലമ്മേ എനിക്കു നിൻ ചാരത്തണയുവാനിന്ന് സമയമില്ല. സുഖസ്വപ്ന സഞ്ചയം തേടി യാത്രയിൽ ബാല്യകാലത്തൊടി പോയി മറഞ്ഞു. പ്രാണനൊഴുക്കിയ പാൽത്തുള്ളിയൂറ്റി ഞാൻ ഏതുമേതാശന്യമിട്ടിടാതെ. പ്രാണനൊഴുക്കിയ പാൽത്തുള്ളിയൂറ്റി ഞാൻ ഏതുമേതാശന്യമിട്ടിടാതെ. സർവം ത്യജിച്ചൊരാ കാൽപാദമെന്റെ ഈ അന്ധമാമൂഢ സ്വർഗത്തിനുള്ളിൽ. സർവം ത്യജിച്ചൊരാ കാൽപാദമെന്റെ ഈ അന്ധമാമൂഢ സ്വർഗത്തിനുള്ളിൽ. പെണ്ണര
ചൂഴുമാ മുഖമൊട്ടു കാണുവാൻ സമയമെനിക്കിന്നുമേതുമില്ല. വെണ്ണര ചൂഴുമാ മുഖമൊട്ടു കാണുവാൻ സമയമെനിക്കിന്നുമേതുമില്ല. പൊട്ടിത്തെറിക്കുന്ന സത്യങ്ങളെൻ്റെ ഹൃദയം തുളയ്ക്കുന്ന വേളയായി. തെറ്റുകൾ ചെയ്തു ഞാൻ ഈ ജന്മവീഥിയിൽ ഏകാന്തമായി പിടഞ്ഞിരിപ്പു. തെറ്റുകൾ ചെയ്തു ഞാൻ ഈ ജന്മവീഥിയിൽ ഏകാന്തമായി പിടഞ്ഞിരിപ്പു. ഗദ്ഗദം വിഫല നിശ്വാസമായുടയുന്നു ക്ഷണികമാം ജന്മമിഴയുമ്പോഴും. ഗദ്ഗദം വിഫല നിശ്വാസമായുടയുന്നു ക്ഷണികമാം ജന്മം ഇഴയുമ്പോഴും. പരനിന്ന വീശുന്ന പന്തങ്ങളിൽ കരിഞ്ഞൊറ്റയ്ക്കു പാടുന്ന പക്ഷിയായി ഞാൻ. പരനിന്ന വീശുന്ന പന്തങ്ങളിൽ കരിഞ്ഞൊറ്റയ്ക്കു പാടുന്ന പക്ഷിയായി ഞാൻ. ഓർമ്മതൻ പൂക്കാലമില്ലെൻ്റെ ഉള്ളിലായി കുത്തിച്ചികഞ്ഞിട്ട കൂരിരുൾ മാത്രം. ഓർമ്മതൻ പൂക്കാലമില്ലെൻ്റെ ഉള്ളിലായി കുത്തിച്ചികഞ്ഞിട്ട കൂരിരുൾ മാത്രം. സമയമെനിക്കിന്നുമേറെയുണ്ടെങ്കിലും എൻ മാതൃസവിധം പൊലിഞ്ഞകന്നു. സമയമെനിക്കിന്നുമേറെയുണ്ടെങ്കിലും എൻ മാതൃസവിധം പൊലിഞ്ഞകന്നു. കണ്ണു നിറയുന്നു ചുണ്ടു വിതുമ്പുന്നു കടലിൻ്റെ പൊയ്കയിൽ മുങ്ങിടുന്നു. കണ്ണു നിറയുന്നു ചുണ്ടു വിതുമ്പുന്നു കടലിൻ്റെ പൊയ്കയിൽ മുങ്ങിടുന്നു. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. വരികളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, ലിറിക്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. കവിത എഴുതാറുണ്ടോ ദീപ? കവിത കുറച്ചൊക്കെ ഇങ്ങനൊക്കെ എഴുതാറുണ്ട്. ഗദ്യ കവിതയൊക്കെ ഞാൻ എഴുതാറ്, ചിലത് മാത്രമൊക്കെ ഇങ്ങനെ എഴുതാറുള്ളൂ. ഇത് ഞാനൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എഴുതിയായിരുന്നു. ഒരു എന്തുവായിരുന്നു, വൃദ്ധ വാർദ്ധക്യം വിഷയം തന്നിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എഴുതിയത് സെക്കൻഡ് കിട്ടി. നന്നായിരുന്നു കേട്ടോ. ഇനിയും ഇതുപോലെ തന്നെ ഓരോരോ കവിതകൾ ഇവിടെ പാടുക. പാടാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നെക്സ്റ്റ് എടുക്കാനുള്ളത് സോഷ്യോ ഇമോഷണൽ നീഡ്സ് അല്ലേ? ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്, എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞേ ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞത്. The honest dog. One day, a dog found a big piece of bread. He was very happy and wanted to eat it alone. As he crossed a river, he saw his own reflection in the water. He thought it was another dog with a bigger piece of bread. Greedy, he barked at the reflection to grab it. But as he opened his mouth, his own bread fell into the river and was lost. Moral: don't be greedy or you may lose what you have. Thank you, Miss. Okay. ഇനി ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു ആക്ഷൻസ് ആണ്, കുറച്ചേ ഉള്ളൂ. റോളി പോളി ആക്ഷൻ സോങ്. ലെറ്റ്സ് സ്റ്റാർട്ട്. റോളി പോളി അപ്പ് അപ്പ് അപ്പ്. Roly poly, down, down, down. Roly poly, turn around. Roly poly, wave your hands.
Roly poly, let's do a dance. Roly poly, move to the beat. Roly poly, say hi. When you finish, you must say goodbye. When you finish, you must say goodbye. Thank you. അടിപൊളി. Thank you. ഓക്കെ, അപ്പൊ നമ്മള് ഇനി എടുക്കാനുള്ളത് സോഷ്യോ ഇമോഷണൽ നീഡ്സ് അല്ലേ? അത് എടുത്തായിരുന്നോ നമ്മള്? ഇല്ല മിസ്. എടുത്തിട്ടില്ല അല്ലെ? ആങ്കർ വരെയാണ് പറഞ്ഞത് അല്ലേ? അതെ. ഓക്കെ, അപ്പോ സോഷ്യോ ഇമോഷണൽ നീഡ്സില് ലവ് ആൻഡ് സെക്യൂരിറ്റി ഒന്ന് റീഡ് ചെയ്യട്ടെ. മിസ് ആംഗ്രിയെ കുറിച്ച് ഒരു 5 വാചകം അത് എഴുതണമെന്ന് അന്ന് പറഞ്ഞായിരുന്നു. ആംഗ്രി ഉണ്ടെങ്കിലും ആംഗ്രിയോ ഫീലോ ഞാൻ അന്ന് എഴുതിയതാ. ആംഗ്രിയെ കുറിച്ചൊരു 4 സെന്റൻസ്. നമ്മള് ഫിനിഷ് ചെയ്തില്ല അല്ലേ? അതെ. ഓക്കെ ഓക്കെ, റീഡ് ചെയ്തോളൂ എന്നാല്. റീഡ് ചെയ്തോളൂ കേട്ടോ. The child gets angry when upset. Sometimes she shouts. May hit when with hands. The child may cry or walk away. അത് 4 ആയിരുന്നു ഞാൻ അന്ന് എഴുതി. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? മിസ്സിന് അഫെക്ഷനെ കുറിച്ചിട്ട് എഴുതിയിരിക്കണത്. സുഗിത. Affection is the most powerful emotion in a child's life. Affection molded a child become a good person. Affection change a child mental and physical attitude. Affection can change a child mind with love and care others. That's all. മാം ഞാൻ എഴുതിയുണ്ട് മാം. ആങ്കർ ആണ് മാം. Anger is a sudden reaction in our mind. Some people are highly angry person. At the same time, some people's normal anger person. The person can be control herself sometimes. That is a limitation of her character. Her anger, this character depend in our family background. Okay. Then, ഇനി ആരാണ്? ഞാൻ എഴുതിയിട്ടുണ്ട്. റാണി ഒന്ന് റീഡ് ചെയ്യൂ. Affection. Every human need affection, especially for kids. Affection helps to become a good person in society. Affection increase the emotional intelligence of children. Affectionate talk helps to reduce tension in children and adults. Humor and laughter. Humor and laughter make life joyful. Laughter helps to reduce stress. Laughter is a good medicine for mind. അടുത്തത് fear. Every person has a fear. In some cases, fear can arise from childhood experience. Fear helps us stay safe from danger. Facing our fear make us stronger. അടുത്തത് anger. It often happen when we feel hurt or frustration, etc. If not controlled, anger can lead to many problems. Talking calmly can help reduce anger. Rishmi. Ma'am, humor and laughter is best medicine for our human life. Reduce stress. It is boost our immune system. Humor can enhance the enjoyment of life and contribute to a longer lifespan and a better quality of life. Laughter can lessen depression and anxiety, making individuals feel happy. Thank you. Okay. ഇനി ആരാ എഴുതിയിട്ടുള്ളത്? രാജലക്ഷ്മി എഴുതിയിട്ടുണ്ടോ? Humor and laughter reduce the stress, pain reduction. When we laugh, the brain releases feel good endorphins that flood the body. Relief from unhealthy mindset.
Slaughter may not be a cure for depression or other mental conditions, but it can alleviate symptoms. ഇത്രേ എഴുതിയോളൂ മിസ്. ഓക്കെ. ഇനി ആരാണ് വായിക്കാനുള്ളത്? ശാലിനി എഴുതിയിട്ടില്ലേ? ശാലിനി മാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ചപ്പോ പറഞ്ഞായിരുന്നു അഫക്ഷൻ. വായിച്ചായിരുന്നു അല്ലെ? ഓക്കെ. ശുഭ ജിഷ്ണു എഴുതിയിട്ടുണ്ടോ? അഫക്ഷനെ കുറിച്ചാണോ എഴുതിയിരിക്കുന്നത്? Affection is a positive emotion shown through a physical touch, a word that convey love and care. Affection shown through physical touch, words that convey love and care. Affection is a part of healthy relationship. Affection play a crucial role in sense of security. Affection experience with family, friends, parents, even pets. അത്രേ ഉള്ളൂ. ഓക്കെ. മിസ്സേ, ഞാൻ പിക്ചർ വീൽ ഉണ്ടാക്കിയായിരുന്നു. ഒന്ന് പ്രസന്റ് ചെയ്തോളൂ. എടുക്കട്ടെ. മാം ഞാനും ഉണ്ടാക്കിയായിരുന്നു. ഹായ് ദീപ. ഹായ്. കാണാമല്ലോ. ഇത് നമ്പർ വീലാണ് കേട്ടോ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. പിന്നെ അടുത്ത പിക്ചർ വീൽ. എന്തുകൊണ്ടാ ടൈറ്റ് ചെയ്തത്? അത് ഫിറ്റ് ചെയ്തത് എന്തുകൊണ്ടാ മിഡില്? അത് സ്ക്രൂ വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു വാഷർ കൊടുത്തിട്ടുണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് തിരിഞ്ഞു പോകാതിരിക്കാതെ. അപ്പൊ നന്നായിട്ട് കറങ്ങല്ലേ. അടിയിൽ സ്ക്രൂവും ചെയ്ത് മുകളിൽ വാഷറും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. മാം ഞാനും ചെയ്തിട്ടുണ്ട്. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ കണ്ടു. ഹായ്. എത്ര വയസ്സായി മോൾക്ക്? എത്ര വയസ്സായി ശുഭ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ PDF-ലേക്ക് പോയാലോ. സോഷ്യോ ഇമോഷണൽ നീഡ്സ്. അതിനകത്ത് ആദ്യത്തേത് ലവ് ആൻഡ് സെക്യൂരിറ്റി ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. 3 വയസ്സല്ലേ? ലവ് ആൻഡ് സെക്യൂരിറ്റി. ഒരു പാരഗ്രാഫിലെ ഒരു പേഷ്യന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റ് എന്നല്ല, പേഷ്യൻസ് ആണ് കേട്ടോ. പേഷ്യൻസ്, ക്ഷമ. പേഷ്യൻസ് ആൻഡ് ഫ്രണ്ട്ലി എന്നുള്ളടത്തല്ലേ ടീച്ചർ? ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. പേഷ്യൻസ് ആൻഡ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് എന്നൊന്ന് മാറ്റി എഴുതാം കേട്ടോ. പേഷ്യൻസ്.
വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാ. വായിച്ചു മിസ്സേ. ഓക്കെ, എന്താണ് ദീപ വായിച്ചപ്പോ മനസ്സിലായത്? ലവ് ആൻഡ് സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് കുട്ടികളില്? ടു മെയിൻ ഫാക്ടേഴ്സ് ആണ് ഒരു ഹെൽത്തി മൈൻഡിന്, മാനസിക ആരോഗ്യമായ വളർച്ചയ്ക്ക് ഉള്ള ഒരു ഘടകങ്ങള് 2 എണ്ണം ഉണ്ട്. പിന്നെ കുട്ടിക്ക് എല്ലാവർക്കും നമ്മൾ വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നുക. കാരണം കുട്ടിയെ ഒറ്റപ്പെടുത്താതെ, ഇപ്പം എങ്ങനെയാ പറയാ, അവർക്ക് നമ്മൾ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീലിങ്സ് അവർക്ക് തോന്നാതിരിക്കണം എപ്പോഴും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ അവരിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക. ഇതിനകത്തുള്ളതല്ല, എന്നാലും ഞാനങ്ങ് പറയുവാണ്. അവരിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങൾ ചെയ്യും. അത് ചിലപ്പോൾ മോശം കാര്യമാവാം, അല്ലെങ്കിൽ കുറെ വികൃതിയാവാം. അത് അങ്ങനെ അവർ ഒരുപാട് കൂടുതൽ കുട്ടികൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവര് നമ്മളിലുള്ള ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറെ കുട്ടികൾ ചെയ്യും. അത് അവരെ ഒറ്റപ്പെടുന്ന ഒരു സമയത്താണ് അവരിൽ കൂടുതൽ അങ്ങനെ ഒരു ടെൻഡൻസി ഒക്കെ കൂടുതലുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവാതിരിക്കുക. കുടുംബത്തിലാണെങ്കിലും നമ്മള് വീട്ടില് അമ്മയും അച്ഛനും ആയാലും എല്ലാവരും ഇപ്പൊ ഒരു കുട്ടിയെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരു കുട്ടിയോട് നമ്മൾ കൂടുതൽ ഇത് പറയാതിരിക്കുക. അതുപോലെ തന്നെ അധ്യാപകരാണെങ്കിലും ക്ഷമയോടെയും കുഞ്ഞുങ്ങളോടൊരു സൗഹൃദ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. ഒത്തിരി ക്ഷമയും, ഭയത്തെക്കാട്ടിലും കൂടുതൽ അവർക്ക് എല്ലാം തുറന്നു പറയാനുള്ള ഒരു സൗഹൃദ മനോഭാവം അധ്യാപകരോട് ഉണ്ടാവേണ്ടതാണ്. അത് ഏറ്റവും ആവശ്യകത. എങ്കിൽ മാത്രമേ കുട്ടിക്ക് ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം വൈകാരികമായിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുകയാണ്. അവിടെ വൈകാരികമായുള്ള സുരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ മാത്രമേ സമൂഹവുമായിട്ട് ആ കുട്ടിക്ക് പൊരുത്തപ്പെടാനും അവർക്കത് നന്നായിട്ടൊരു സമൂഹത്തിലും ഇൻവോൾവഡ് ആവാനും അവർക്ക് ചേർന്ന് പോകാനും പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു കുട്ടി എന്ന നിലയിൽ എല്ലാ തരത്തിലും ഒരു നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു കുട്ടി ആവത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ അധ്യാപകരായാലും പേരൻസ് ആയാലും നമുക്ക് ചുറ്റുമുള്ളവരായാലും നമ്മളത് കുട്ടികളെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു മുതിർന്നവർക്കും കൂടി ഉള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ പാർട്ട്ണർ ആവാം, നമ്മുടെ അമ്മയും അച്ഛനും ആവാം, എല്ലാവർക്കും ആണെങ്കിലും നമ്മളൊരു മെന്റലി സപ്പോർട്ട്, അവരെ കേൾക്കുക എന്നുള്ള അവർക്കുള്ള ഒരു അംഗീകാരം അത് കൊടുക്കണം. അതൊരു മെയിൻ ഫാക്ടേഴ്സ് ആണ് മെന്റലി. ഓക്കെ, അപ്പോ ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സുരക്ഷയാണ്, അല്ലെ? അപ്പൊ ഈ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ഫാക്ടേഴ്സ് ആണ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ ഹെൽത്തി ഗ്രോത്ത് ഓഫ് ദ മൈൻഡ്. അതായത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുത്തേ തീരും. അപ്പൊ സ്നേഹവും സുരക്ഷയും, അല്ലെങ്കിൽ ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഘടകങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് അവരുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുക, മൈൻഡിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലവ് ആൻഡ് സെക്യൂരിറ്റി കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് കുടുംബത്തിൽ, അവരുടെ ഫാമിലിയിലും സൊസൈറ്റിയിലും തങ്ങൾക്കുള്ള സ്ഥാനം ഉറപ്പിക്കാനും കഴിയും, അല്ലെ? അതായത് സ്നേഹവും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും കൊടുക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്സിലൂടെ അവർക്കൊരു തോന്നൽ ഉണ്ടാവും, തന്റെ കുടുംബത്തിൽ തനിക്കൊരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ തന്റെ സൊസൈറ്റിയിൽ തനിക്കൊരു സ്ഥാനമുണ്ടെന്ന് കുട്ടിക്ക് തോന്നാനായിട്ട് ഇടയാക്കും. ഓക്കെ, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച്, അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ സിമ്പതി, അതുപോലെ അവരുടെ പേഷ്യൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് കുട്ടികള് നല്ല ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അതായത് പാരന്റ്സ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതിലൂടെ, അതായത് കുറച്ച് നല്ല പേഷ്യൻസോട് കൂടി ബിഹേവ് ചെയ്യുന്നതിലൂടെ, നല്ല രീതിയിൽ എന്താ പറയാ സഹാനുഭൂതി കാണിക്കുന്നതിലൂടെയൊക്കെ കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ശരിയാണോ പറഞ്ഞത്? കുട്ടികളുടെ ആത്മവിശ്വാസം എങ്ങനെയാണ് പാരന്റ്സ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നത്? കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാരന്റ്സ് എങ്ങനെയാണ് സഹായിക്കുന്നത്?
എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞേ നിങ്ങള്. കുട്ടികളെ കേൾക്കുക. ആ, അവർക്ക് കുട്ടികളെ എപ്പോഴും നമ്മളൊരു കുട്ടികളെ നന്നായിട്ടൊരു ആ, സ്നേഹിക്കുക, സ്നേഹത്തോടെ ആ ഒരു കരുതലോടെ അവരെ കേൾക്കുക. എന്ത് കാര്യം ആ. അവരെ കേൾക്കുക എന്നതാണ് അവർക്ക് ഫസ്റ്റില് നമ്മൾ കൊടുക്കേണ്ട കാര്യം. എങ്കിൽ മാത്രമേ അവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവത്തുള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് വേണം. അതായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ എന്ത് കാര്യം നമ്മളോട് തുറന്നു പറയുക, അല്ലെ? ചില കുഞ്ഞുങ്ങളുണ്ട്, ചിലപ്പോ മാതാപിതാക്കൾ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കില്ല പെരുമാറുന്നത്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ട്, അല്ലെ? ചിലവർ ഇപ്പൊ നമുക്ക് അങ്ങനെ കൂടുതലും കാണാനൊന്നും പറ്റില്ല. കുറെ കാലങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, അത്തരം റൂൾസ് ഒക്കെ ഫോളോ ചെയ്യിപ്പിക്കുന്ന ചില പാരന്റ്സ് ഉണ്ട്. അപ്പോ അവരുടെ അടുത്തൊന്നും കുട്ടികൾക്ക് പറയാനുള്ള കാര്യം, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി കുട്ടികൾ വന്ന് പറയില്ല. ചിലപ്പോൾ പിണങ്ങുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യാറില്ല, മറച്ചു വെക്കാറാണ് പതിവ്. അപ്പോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്താൽ മാത്രമാണ് കുട്ടികൾ നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക, അല്ലെ? അങ്ങനെ തുറന്നു പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് കുട്ടികൾക്ക് കൊടുക്കാം, അല്ലെ? ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കുട്ടികളോട് പറയാം, അതനുസരിച്ചിട്ടായിരിക്കും കുട്ടികൾ പ്രവർത്തിക്കുന്നത്. അപ്പോ അവർക്കൊരു കോൺഫിഡൻസ് അവിടെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും പാരന്റ്സ് ആയാലും കുട്ടിയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്നതിലൂടെ, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതിലൂടെ എല്ലാത്തിനും തന്റെ പാരന്റ്സ് തന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലും അതുപോലെ തന്നെ കോൺഫിഡൻസും വർദ്ധിപ്പിക്കാനായിട്ട് അത് ഇടവരുത്തും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സഹാനുഭൂതി അല്ലെങ്കിൽ സിമ്പതി ഉണ്ട്. അതായത് കുട്ടികളോട് എന്താ പറയാ, സഹതാപന്റെ ഇപ്പൊ വിഷമങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികളെ ആശ്വസിപ്പിക്കുക, അധികം എന്താ പറയാ ഒച്ചയൊന്നും എടുക്കാതെ. ഇപ്പൊ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ കൂടിയും ആ തെറ്റ് തിരുത്തി കൊടുക്കുക. ചില പാരന്റ്സ് ഉണ്ട്, എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുട്ടികളെ അടിക്കുന്നവരുണ്ട്, അല്ലെ? ചെറിയ തെറ്റായാൽ കൂടിയും കുട്ടികളെ അടിക്കുന്ന, ധാരാളം ശകാരിക്കുന്ന പാരന്റ്സും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അത്തരക്കാരോട് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിരിക്കും, ഒന്നും തന്നെ അവരോട് തുറന്നു പറയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോ ഈ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ, അതായത് കുട്ടികൾ പറയുന്ന കാര്യങ്ങള്, അതായത് അവര് ചിലപ്പോ കുറേ അധികം കാര്യങ്ങൾ അവർ പറയാനുണ്ടാവും, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ കൂടിയും അത് ക്ഷമിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുക, പറഞ്ഞു തിരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലാണ് കുട്ടികളുടെ ആത്മവിശ്വാസം കൂടുന്നത്. അവർക്ക് തന്നോട് തന്നെ ഒരു എന്താ പറയാ വിശ്വാസം തോന്നുകയും അല്ലെങ്കിൽ കോൺഫിഡൻസ് തോന്നുകയും തന്റെ ചുറ്റിനും തന്റെ പാരന്റ്സ് ഉണ്ട്, തന്റെ ഫാമിലി ഉണ്ട് എന്നുള്ളൊരു തോന്നലിലൂടെ കുട്ടിയുടെ മൈൻഡ് ഡെവലപ്മെന്റിനെ അത് സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഒന്ന് റീഡ് ചെയ്യാം എല്ലാവരും. വായിച്ചിട്ടുണ്ടെങ്കിൽ കമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, എന്താണ് ഇൻഡിപെൻഡൻസ്? സുബിത ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സുബിത? പറയാട്ടോ മിസ്. കുട്ടികള് അവരുടെ കഴിവില് ഇൻഡിപെൻഡന്റ് അവര് സ്വതന്ത്രമായിട്ട് ചിന്തിക്കണമെങ്കിൽ അവര് മുതിർന്നവരുടെ മേൽനോട്ടത്തിലാണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവര് അതിനെ കുറിച്ചിട്ട് ചിന്തിക്കണമൊക്കെ ചെയ്യുന്നത്. അത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുക ചെയ്യുമ്പോൾ അവർക്ക് അത് കോൺഫിഡൻസ് നൽകുന്നു. കോൺഫിഡൻസ് നൽകുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യം അല്ലെ. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ തന്നെ? നിങ്ങളുടെ അഭിപ്രായം എന്താ സ്വാതന്ത്ര്യത്തെ കുറിച്ച്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലേ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും? ആണല്ലേ? നമുക്ക് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട് അല്ലെ? അപ്പോ ഒരു കുട്ടിയെ സംബന്ധിച്ചും അവന് അവന്റേതായിട്ടുള്ള ചില ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ട്. ഓക്കെ, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിനൊക്കെ സഹായിക്കുന്നു നമുക്ക് നോക്കാം. കുട്ടികൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഓക്കെ, കുട്ടികളുടെ കഴിവിനനുസരിച്ച് എന്താണ് ചിന്തിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഇൻഡിപെൻഡൻസ് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുതിർന്നവരുടെ മേൽനോട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഓക്കെ, ഇപ്പൊ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അവന്റെ സ്കില്ലിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിന് മുതിർന്നവരുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. ഒരു കാര്യം ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ചൈൽഡ് ഒരു സയൻസ് എക്സ്പെരിമെന്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. വേറെ ആരുടെയും സഹായമില്ലാതെയാണ് ആ കുട്ടി ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആണെന്ന് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ, ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്, ആരും സഹായത്തിനില്ല. സപ്പോർട്ട് കൊടുക്കാൻ ആളുകളുണ്ട്, പക്ഷെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുകളില്ല. ഒറ്റയ്ക്ക് തന്നെ കുഞ്ഞത് ചെയ്യണം. ചിലപ്പോ ആദ്യത്തെ ആ ഒരു സമയത്ത് ചിലപ്പോ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ഓരോന്നോരോന്നായിട്ട് അവൻ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ അതൊരു നല്ല രീതിയിൽ അത് വരുമ്പോൾ, ഫൈനൽ റിസൾട്ടിലേക്ക് അത് വരുമ്പോൾ അവന്റെ ആത്മവിശ്വാസമാണ് അവിടെ കൂടുന്നത്. താൻ ഈ കാര്യം ചെയ്തല്ലോ, താൻ ഈ കാര്യം ചെയ്ത് തീർത്തല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം അവനിൽ ഉണ്ടാകും. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു തരാൻ ഞാൻ, ഈ റുബിക്സ് ക്യൂബ് കുഞ്ഞുങ്ങൾ ശരിയാക്കാറുണ്ട് അല്ലെ? നിങ്ങൾ ശരിയാക്കാറുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും റുബിക്സ് ക്യൂബ് കളിക്കാറുണ്ടോ? റുബിക്സ് ക്യൂബ് കേട്ടിട്ടുണ്ടോ? ആരുമില്ല? എന്റെ മക്കള് കളിക്കാറുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് രശ്മി, അതൊന്ന് പറയാമോ? ആദ്യം അവർക്ക് എന്താണ് ഉണ്ടാവുക അത് എടുത്തു കഴിയുമ്പോ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടല്ല കേട്ടോ പറയേണ്ടത്. കുഞ്ഞ് ആദ്യ സമയത്ത് അത് കളിക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ അങ്ങനെ നേരത്തെ അറിയത്തില്ല. എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ മക്കള് അത് ആദ്യമൊക്കെ പാടായിരുന്നു. ആദ്യമൊക്കെ ഒരു അലസത, നല്ല ശ്രദ്ധയോടെ കളിക്കുമെങ്കിലും പിന്നെ അത് ഒക്കാത്തോണ്ട് പിന്നെ അതങ്ങ് അലസതയോടെ അവിടെ ഇവിടെയൊക്കെ കളയും. പിന്നെ ഞാൻ പറഞ്ഞ് പിന്നെ അവരൊന്നും കൂടെ യൂട്യൂബൊക്കെ നോക്കി, എന്നിട്ട് ഒക്കാത്തതിന് വീണ്ടും അവർ ഒറ്റയ്ക്ക് തന്നെ ശ്രമിച്ച് ഇപ്പം രണ്ടുപേരും പെട്ടെന്ന് തന്നെ അമ്മ നോക്കമ്മ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവര് റൊട്ടേറ്റ് ചെയ്ത് ശരിയാക്കി വെക്കും. ഭയങ്കര സന്തോഷവും വലിയൊരു ഇതാ. ഇപ്പൊ കുഴപ്പമില്ല. അതെ, അതായത് ആദ്യം കുറച്ച് പാടുണ്ടാവും, കുറച്ച് ടഫ് ആയിരിക്കും അത് ചെയ്യാനായിട്ട്. ചിലപ്പോ കുഞ്ഞുങ്ങൾ മടുത്തു പോകും, ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ വരെത്തും. പക്ഷെ വീണ്ടും കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ പ്രേരിപ്പിച്ചു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളത് എവിടെയെങ്കിലും ചിലപ്പോ മൊബൈലിൽ നോക്കിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഹെൽപ്പോട് കൂടി ചിലപ്പോ എന്ത് ചെയ്യാം, അത് സക്സസ്ഫുൾ ആക്കാം.
ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു പ്രയാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അത് സക്സസ് ആയി കഴിഞ്ഞാല് അവന് അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിലൂടെ, അതായത് ആദ്യത്തെ ടൈമിൽ അവൻ സക്സസ് ആയി കഴിഞ്ഞാല് അവന്റെ ആത്മവിശ്വാസമാണ് അവിടെ കൂടുന്നത്. ഇനി എനിക്കിത് ചെയ്യാലോ, ഞാനിത് പഠിച്ചു കഴിഞ്ഞു, ഞാനിത് ശരിയാക്കി എന്നുള്ള ഒരു തോന്നല് കുഞ്ഞിന് ഉണ്ടാവുകയും കുഞ്ഞിന്റെ കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യും. അപ്പൊ അവനെ സ്വതന്ത്രനാക്കി വിടുക. അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ അവൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യട്ടെ, നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ സപ്പോർട്ട് മാത്രം നമ്മൾക്ക് കൊടുക്കാം, അല്ലാതെ അവന്റെ ഇഷ്ടത്തിന് അവൻ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അപ്പൊ കുട്ടികൾക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഇൻഡിപെൻഡൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്ത് ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിലും അവനത് തനിയെ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവന് തനിയെ ചെയ്യാൻ ശ്രമിക്കട്ടെ, തനിയെ ചെയ്യിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, then അടുത്തത് സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് ആണ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്യാം. വായിച്ചു കഴിഞ്ഞാൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ്? ശാലിനി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ശാലിനി. Yes, ma'am. Socio-emotional environment. A healthy socio-emotional environment is necessary for the smooth and healthy emotional development of the child. എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ആരോഗ്യപരമായിട്ടുള്ളതും അതുപോലെ എന്താണ് ഒരു ഹെൽത്തി ഇമോഷണൽ ഡെവലപ്മെന്റ് വികസനത്തിനും സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുകൂടാതെ ഡാർക്ക്നെസ്, quarrels at home, racial and class distinctions, anti-social activities and violence in society, and in feelings of frustration, dejection, fear and non-adjustment. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വീട്ടിലെ വഴക്കുകൾ, പിന്നെ മദ്യപാനം, പിന്നെ ഈ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, സാമൂഹിക വിരുദ്ധപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പിന്നെ സമൂഹത്തിലെ ആ ഒരു വയലൻസ് എന്നിവ നമ്മുടെ ഈ കുട്ടികളിൽ ഫിയർ, ഒരു പേടിയും ഒരു നിരാശയും ആ ഒരു വിഷാദപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് അവരെ നയിക്കും. എന്നിട്ട് അവർക്ക് അതിനോടൊപ്പം പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കത്തില്ല. ആ ഒരു ഇതുണ്ടാകുമ്പോൾ അവര് ആന്റി സോഷ്യൽ ബിഹേവിയറിലോട്ട്, ആ ഒരു സ്വഭാവത്തിലോട്ട് അവരെ നയിച്ചേക്കാം. അതായത് കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിന്, ഹെൽത്തി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അത് മൈൻഡ് ആവാം, ഫിസിക്കൽ ആവാം,
ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വളർച്ചകൾക്ക് വേണ്ടിയിട്ട് സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ചുറ്റുപാടുകൾ, അതായത് സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, നല്ല രീതിയിലുള്ള ഒരു എൻവയൺമെന്റ്, കുട്ടികൾക്ക് വളരാനുള്ള ഒരു എൻവയൺമെന്റ് സൃഷ്ടിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു എന്താ പറയാ, ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് ഉണ്ടെങ്കിൽ കുട്ടികള് നല്ല രീതിയിൽ വളരുകയും അവര് നല്ലൊരു സിറ്റിസണായി മാറുകയും ചെയ്യും. ഇനി അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുക? അതായത് ചില കാര്യങ്ങള് കുട്ടികളുടെ മൈൻഡിലോട്ട് വല്ലാതെ എന്താ പറയാ ക്യാച്ച് ചെയ്യും. അതുമൂലം ചില പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവാം. ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വീട്ടിലുള്ള കലഹം എന്ന് പറയുന്നുണ്ട് അല്ലെ, ഡ്രങ്കനെസ് എന്ന് പറയുന്നുണ്ട് അല്ലെ, വീട്ടിലുള്ള കലഹങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ വഴക്കുകള്, അതുപോലെ തന്നെ ജാതി വർഗ വ്യത്യാസങ്ങള്, പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ആക്ടിവിറ്റീസ്, വയലൻസ്, അതൊക്കെ എന്താണ് കുട്ടികളുടെ മനസ്സിനെ മോശമായിട്ട് ബാധിക്കാനായിട്ട് ഇടയുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോ ഒരു വീട്, ആ വീട്ടില് അച്ഛൻ അമ്മ കുട്ടികളാണ് ഉള്ളത്. അതിനകത്ത് അച്ഛൻ ഒരു മദ്യപാനിയാണെന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും രാത്രി മദ്യപിച്ച് വരികയും അമ്മയെ തല്ലുകയും അവിടെ വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്യുവാണ്. ഈ കുട്ടി, ആ വീട്ടിലുള്ള കുട്ടി ഇത് ഡെയിലി കാണാനായിട്ട് ഇടവരുവാണ്. ഓക്കെ, അപ്പൊ ആ കുട്ടിയുടെ മെന്റൽ കണ്ടീഷൻ എന്തായിരിക്കാം? നിങ്ങളൊന്ന് പറഞ്ഞു, എന്തായിരിക്കാം മെന്റൽ കണ്ടീഷൻ? ഹെൽത്തി മൈൻഡ് ആണോ കുട്ടിക്ക് ഉണ്ടാവുക? അല്ല. അല്ല, ഒരിക്കലും അല്ല അല്ലെ. കാരണം ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ. ആ കുട്ടി പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോ എപ്പോഴും ഇത് തന്നെയായിരിക്കും ചിന്ത ഉണ്ടാവുക. അല്ലെ, എപ്പോഴാണ് ഭയമായിരിക്കും ഉണ്ടാവുക, ഭയങ്കരമായിട്ട് ഭയം ഉണ്ടാകും. എപ്പോഴാണ് അച്ഛൻ വരുന്നത്, അച്ഛനെ കാണുമ്പോൾ ഭയമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഭയമായിരിക്കും, ആ ഒരു സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയായിരിക്കും കഴിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ മൈൻഡിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഒരു ചില കേസിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എന്താ പറയാ, നമ്മുടെ ജാതി, കാസ്റ്റ് ബേസില്, അല്ലെങ്കിൽ എന്താ പറയാ റേഷ്യൽ ആൻഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ജാതി വർഗ വ്യത്യാസങ്ങള്. ചിലവര് ജാതിയെ അധിക്ഷേപിക്കാറുണ്ട്. കുട്ടികളെ നോക്കിയിട്ട് ചിലവര് ഇന്ന ജാതിയാണെന്ന് അങ്ങനെ പറഞ്ഞ് പരിഹസിച്ച് അധിക്ഷേപിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലവര് പാവപ്പെട്ടവരെ, പണമില്ലാത്ത ആളുകളെ അവൻ പാവപ്പെട്ടവനാണ്, അവൻ കുടിയിൽ കഴിയുന്നവനാണ്, അവൻ ദരിദ്രനാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? മുദ്ര കുത്താറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം, ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് അറിയില്ല, എല്ലാ കുട്ടികൾക്കും കുട്ടികളെ അപ്പാടെ കുറ്റപ്പെടുത്താനും പറ്റില്ല, കാരണം കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും വലിയവരുടെ കേട്ടിട്ടാണോ എന്നറിയില്ല, ചില കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ ഒരു കുഞ്ഞു വന്നിരുന്നു, അവൻ ജാതിയിൽ താഴ്ന്നവനാണ് അല്ലെങ്കിൽ അവൻ പണത്തിൽ താഴ്ന്നവനാണ് എന്ന് വിചാരിച്ചിട്ട് അവനെ കളിയാക്കുന്നവരുണ്ട് ഇല്ലേ? നിങ്ങളൊക്കെ കേട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂടിയും ക്ലാസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇതുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി ഭയങ്കരമായിട്ട് എന്താ പറയാ ഓവർ വെയിറ്റ് ആണെന്ന് വിചാരിക്കുക, ആ കുട്ടിയെ തടിയൻ എന്ന് വിളിക്കും. ഇനി മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ സ്കെൽട്ടൺ ആണെന്ന് പറയും ഇല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഇല്ല, അതും കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കുട്ടികൾക്ക് നേരെ ഉണ്ടാവുമ്പോൾ അല്ലെ, കുട്ടിയുടെ ചെറിയ പ്രായമാണ്, പക്ഷെ ആ ഒരു പ്രായത്തിൽ ഇത്തരത്തിലുള്ള അത് ജാതിയെ ചൊല്ലി, കാസ്റ്റ് ബേസ്ഡ് ആവട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ വർഗം, എന്താ പറയാ റേസ് ബേസ്ഡ് ആവട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഫിനാൻഷ്യലി ഉള്ളതിലാവട്ടെ, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിലാവട്ടെ, അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങള്, പരിഹസിക്കലുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ മൈൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺ ആവുകയും വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ, അതായത് ഞാൻ നേരത്തെ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞത് ഡെയിലി മദ്യപിക്കുന്ന ഒരു പാരന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തില് അധിക്ഷേപങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ, അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ കുഞ്ഞ് ഡിപ്രഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭയത്തിലേക്ക് പോവാം, ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷനിലേക്ക് ആ കുഞ്ഞ് പോകാനായിട്ട് ഇടവരും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്തു കൊടുക്കാനുള്ളത് ആസ് എ പാരന്റ്സ്, ആസ് എ സൊസൈറ്റി നമ്മുടെ കടമയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഇത്തരത്തില് അതായത് ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, അതായത് ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലൂടെയൊക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവര് ചിലപ്പോൾ ചില എന്താ പറയാ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കറിയാം, അതായത് ഒരു ഈ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജയിലുണ്ടല്ലോ, ജുവനൈൽ ഹോം, അവിടെയൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്കറിയാം അല്ലെ. അതായത് ചെറിയ ചെറിയ കുറ്റങ്ങൾ, തെറ്റുകളൊക്കെ ചെയ്തിട്ടായിരിക്കും അവരെ അവിടെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാല് അത്തരത്തിലുള്ള, അതായത് ഇത്തരത്തില് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അത്തരത്തിലുള്ള ആളുകളിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. അവർ ക്രിമിനലുകളാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവര് വളർന്നു വന്ന സാഹചര്യം കുഞ്ഞുങ്ങളെ എന്താക്കുന്നു, ഇത്തരത്തില് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വയലൻസ് പോലുള്ള കാര്യങ്ങള് ചെയ്യാനായിട്ട് ഇടവരുത്തുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഒരു കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ അത്രയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്താൽ മാത്രമാണ് നല്ല രീതിയിൽ കുഞ്ഞ് വളർന്നു വരിക. മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ആ കുഞ്ഞ് വളരുന്നതെങ്കിൽ വലുതായി കഴിയുമ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അല്ലെങ്കിൽ കുഞ്ഞ് ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോവാൻ, ചിലപ്പോൾ മെന്റൽ പേഷ്യന്റ് ആവാം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് പളുങ്ക് പാത്രം പോലെയാണ്. അവരുടെ മനസ്സിനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആശ്വാസം കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉള്ള, അതായത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസിബിലിറ്റി. കുഞ്ഞുങ്ങൾ പറയുന്നത് എന്ത് കാര്യമാണെങ്കിലും അത് ക്ഷമയോടെ കേൾക്കാനായിട്ട് പഠിക്കുക. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളാണല്ലോ അത് പരിഹരിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള സൊല്യൂഷൻസ് കാണുക. അപ്പൊ ഇത്തരത്തില് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പഠനത്തിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക, അവർക്ക് വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. Then hierarchy of needs വായിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, hierarchy of needs.
ഓക്കെ. ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് ആവശ്യങ്ങളുടെ ശ്രേണിയാണ് കേട്ടോ. ഓക്കെ, ഹയറാർക്കിയാണ് കൊടുത്തിരിക്കുന്ന ആവശ്യങ്ങളാണ്. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉള്ളത്. അത് പല സ്റ്റേജുകളിലായിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തീരില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് തന്നെ വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം അല്ലെ? സൈൻ ഔട്ട് ചെയ്യുന്നത് ആരാണ്? Yes, ma'am. Good afternoon, everyone. We all thank Ashwati ma'am for coming to teach us today. Today we studied love and security, independence and socio-emotional environment in Unit 8 Needs chapter. We all thank teacher Ashwati for making today's class better by sharing their experiences, realizing how important these things are for the children. We thank you again and look forward to the next class. Thank you, ma'am. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു. Thank you, ma'am.